Okay, dear students, welcome back to our discussion on primary market. And in the previous classes, we were discussing about the different methods of primary issue, and we have already seen about the public issue and private placement. And now we are moving on to the third type of floating of new issue, that is the rights issue. So in rights issue, actually in rights issue or actually by means of this rights issue, there arise the shares, right shares. So first of all, we will see what is a rights issue. So rights issue means issue of the shares by a company to the existing shareholders at a discounted rate. That process is known as rights issue. അതായത് ഒരു കമ്പനി അതിൻ്റെ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഓഹരികൾ വാങ്ങാൻ നൽകുന്ന അവസരമാണ് ശരിക്കും പറഞ്ഞാൽ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുക. നമുക്കറിയാം, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഷെയറുകൾ വിറ്റഴിക്കുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവരുടെ നിലവിലുള്ള കമ്പനിയിലുള്ള അവരുടെ അധികാരങ്ങൾ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതായത് 100 ഓഹരിയുള്ള ഒരു കമ്പനി അതിൻ്റെ ഓൾറെഡി കുറേ അധികം ഷെയറുകൾ കൈവശം വയ്ക്കുന്നൊരു ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കമ്പനി വീണ്ടും സബ്സിക്വൻ്റ് ആയിട്ട് ഒരു ഇഷ്യൂ വഴി കുറച്ച് അധികം ആളുകൾക്ക് പബ്ലിക് ഇഷ്യൂ വഴിയായിട്ട് ഷെയർ വിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പുതുതായിട്ട് കുറേ അധികം ഓഹരി ഉടമകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് കമ്പനിയിലുള്ള ഒരു ഹോൾഡ് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, റെസിസ്റ്റൻസ് ചിലപ്പോൾ ഒരു പക്ഷേ പബ്ലിക് ഇഷ്യൂ ആയി ബന്ധപ്പെടുത്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കമ്പനിയോടുള്ള അഫിലിയേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മിനിമൈസ് ചെയ്യാനുള്ള മെത്തേഡ് കൂടിയാണ് ശരിക്കും റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുക. സോ ആക്ച്വലി ബൈ മീൻസ് ഓഫ് ദിസ് റൈറ്റ്സ് ഇഷ്യൂ എ കമ്പനി ഈസ് ഓഫറിങ് ഈസ് ഗിവിങ് എ റൈറ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു അവകാശം നൽകുകയാണ്, അവകാശ ഓഹരികൾ എന്ന് പറയുക മലയാളത്തിൽ. ഒരു അവകാശം നൽകുകയാണ് നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് അവരുടെ നിലവിലുള്ള ഓഹരി ഉടമസ്ഥതയ്ക്ക് ആനുപാതികമായിട്ട് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുവാൻ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ, അതായത് മാർക്കറ്റിൽ ഉള്ള വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഒരു നിശ്ചിത എണ്ണം ഓഹരികൾ വാങ്ങുവാൻ നിലവിലുള്ള ഓരോ ഓഹരി ഉടമയ്ക്കും അവസരം നൽകുകയാണ് ഇവിടെ റൈറ്റ്സ് ഇഷ്യൂവിൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദിസ് റൈറ്റ്സ് ഇഷ്യൂ. സോ അഗെയിൻ നെക്സ്റ്റ് അനദർ ടൈപ്പ് ഓഫ് we will go to the next type of issue, that is a bonus issue. So bonus issue is actually issue of the shares to the existing shareholders at free of cost. നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് സൗജന്യമായിട്ട് ഒരു കമ്പനി അതിൻ്റെ ഓഹരികൾ നൽകുന്ന രീതിയാണ് നമ്മൾ ബോണസ് ഇഷ്യൂ എന്ന് പറയുക. അപ്പോൾ ഒരു സംശയം ഉണ്ടാകാം, സൗജന്യമായിട്ട് കമ്പനി ഷെയർ നൽകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് കമ്പനി ഷെയർ വിറ്റത്? സോ ദാറ്റ് ഇസ്, നമുക്കറിയാം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മൂലധനം കണ്ടെത്താൻ വേണ്ടിയാണ് ഒരു കമ്പനി ഓഹരികൾ വിൽക്കാറുള്ളത്. മൂലധനം അല്ലെങ്കിൽ പണം കണ്ടെത്തുക. അപ്പോൾ ആ പണം ലഭ്യമല്ലാതാകുന്ന രീതി, അതായത് ഇവിടെ ഒരു സൗജന്യമായിട്ട് ഒരു കമ്പനി അതിൻ്റെ നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് ഷെയർ നൽകുമ്പോൾ കമ്പനി കയ്യിലേക്കൊന്നും കിട്ടുന്നില്ല, പണം വരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് കമ്പനി ഓഹരി വിറ്റത്? സോ ആക്ച്വലി ഇതെന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഓഹരി ഉടമകളുടെ പണം കമ്പനിയുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നൊരവസ്ഥയിൽ, ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ അക്യുമുലേറ്റഡ് റിസർവുകൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓഹരി ഉടമകളുടെ പണമാണ്. അക്യുമുലേറ്റഡ് റിസർവ് ദാറ്റ് മീൻസ് ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ കമ്പനികൾ ആ ലാഭം മുഴുവനായിട്ട് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി 1 crore rupees പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 1 crore rupeesഉം നമുക്കറിയാം ലാഭവിഹിതമായി കമ്പനി നൽകുകയില്ല. പകരം എന്ത് ചെയ്യും? കമ്പനി ആ 1 കോടി രൂപയുടെ ഒരു വിഹിതം റിസർവായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ വർഷം ആ ഒരു 1 കോടി രൂപയുടെ ഒരു വിഹിതമായിട്ട് 10 ലക്ഷം രൂപ റിസർവായിട്ട് കീപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. പിറ്റത്തെ വർഷം വീണ്ടും കമ്പനി 2 കോടി രൂപ ലാഭം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതമായിട്ട് ഒരു 20 ലക്ഷം രൂപ കമ്പനി റിസർവായിട്ട് കീപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും ഈ 2 കോടി രൂപ അയക്കാത്ത 20 ലക്ഷം രൂപ പിടിച്ച് വെച്ചു. ആദ്യത്തെ വർഷം 1 കോടി രൂപ അയക്കാത്ത 10 ലക്ഷം രൂപ പിടിച്ച് വെച്ച് റിസർവായിട്ട് വെച്ചു. ബാക്കി 90 ലക്ഷം രൂപയെ ലാഭവിഹിതമായി ഷെയർ ഉടമകൾക്ക് നൽകിയുള്ളൂ. പിറ്റത്തെ വർഷം 2 കോടി രൂപ ലാഭം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് 20 ലക്ഷം പിടിച്ച് വെച്ച് 1,80,00,000 ലക്ഷം രൂപയെ ലാഭവിഹിതമായി നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് നൽകിയുള്ളൂ. അപ്പോൾ അവിടെ ഷെയർ ഉടമകൾക്ക് അവകാശപ്പെട്ടിരുന്ന 2 കോടി രൂപ, അല്ലെങ്കിൽ ഷെയർ ഉടമകൾക്ക് അവകാശപ്പെട്ടിരുന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ റിസർവ് 30 ലക്ഷം രൂപയാണ് 2 വർഷത്തെയായിട്ട്. അപ്പോൾ ഈ 30 ലക്ഷം രൂപ ശരിക്കും
ഷെയർ ഉടമകൾക്ക് അവകാശപ്പെട്ട പണമാണ്, പക്ഷേ അവർക്ക് നൽകാതെ കമ്പനി പിടിച്ചു പോകുക ചെയ്തത് റിസർവായിട്ട്. റിസർവ് എന്ന് എന്താ നമുക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ കമ്പനി കുറേ വർഷം ഇങ്ങനെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ കമ്പനിയുടെ റിസർവിൽ വലിയൊരു തുക ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വലിയൊരു തുക കമ്പനി റിസർവിൽ നിൽക്കുകയും ആ പണം കമ്പനിക്ക് ഒരു ഉപകാരത്തിനും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കമ്പനി തീരുമാനിക്കും ആ പണം എടുത്ത് കമ്പനിയുടെ മൂലധനമാക്കിയേക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കമ്പനിയുടെ റിസർവിൽ ഇങ്ങനെ വർഷങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ലാഭം ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ട് കമ്പനിയുടെ റിസർവിൽ ഒരു 10 കോടി രൂപ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 കോടി രൂപയെ കമ്പനിയുടെ മൂലധനമാക്കുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? അതെടുത്ത് പുതിയ കെട്ടിടം പണിയാനോ അല്ലെങ്കിൽ പുതിയ മെഷീനറി വാങ്ങിക്കാനോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി അതിൻ്റെ കയ്യിലിരിക്കുന്ന റിസർവ് എന്ന് പറയുന്ന പണം ഓഹരി ഉടമകൾക്ക് അവകാശപ്പെട്ട പണമാണ്. ആ പണത്തെ മൂലധനമാക്കി മാറ്റുന്ന ഒരു രീതിയാണ് ബോണസ് ഇഷ്യൂ. ഇവിടെ കമ്പനി എന്ത് ചെയ്യും? ഓഹരി ഉടമകളുടെ പണമായ റിസർവ് കമ്പനിയുടെ മൂലധനമാക്കി മാറ്റി കമ്പനി അത് ഉപയോഗിക്കും മൂലധന നിക്ഷേപം നടത്താനായിട്ട്. അതായത് ബിൽഡിങ് വാങ്ങാനോ അല്ലെങ്കിൽ ലാൻഡ് വാങ്ങാനോ മിഷനറി വാങ്ങിക്കാനോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ this process of converting the accumulated reserves of a company into the capital of a company by issue of shares to the shareholders free of cost is known as a bonus issue process. So that is all about this bonus issue process. So never get confused regarding this rights issue and bonus issue. Both this rights issue and bonus issue are two different things. So rights issue means issue of shares to the existing shareholders of a company at a discounted rate. So it's or rate less than the market price. So actually this rights issue is an offer to the existing shareholders. നിലവിലുള്ള ഷെയർഹോൾഡേഴ്സിന് ലഭ്യമാകുന്നൊരു അവകാശമാണ്. അവകാശം ഷെയർഹോൾഡേഴ്സിന് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. It's a right to it's a right that can be exercised by the existing shareholders. That is, they will be offered by the company a fixed number of shares at a discounted rate, and that right can be or may be exercised by the existing shareholders. So that is this rights issue. But on the other hand, this bonus issue is actually issuing the shares free of cost to the employees. Okay, so that is a difference between this rights issue and bonus issue. So already we have seen the prospectus for issue of this rights issue is called a letter of offer, and again the advantages of this rights issue already we have seen, that is it will be advantage to the company to reduce the cost of issue process, and we can avoid underwriting costs, advertising, brokerage fees, etc. And again the control of the company will not be diluted from the existing shareholders, because already the members of the company are the existing shareholders are again getting the shares. Therefore these are the advantages of this rights issue process also. So that's all about this rights issue and bonus issue process. Now we are going to the next type of issue, that is employee stock option plan. Employee stock option plan or ESOP is actually the method of issuing shares to the employees or giving an option for the employees to buy the shares of the company. So that process is known as a ESOP or employee stock option plan. നിലവിലുള്ള കമ്പനിയുടെ തൊഴിലാളികൾക്ക് കമ്പനിയുടെ ഓഹരികൾ നൽകി കമ്പനിയുടെ ഉടമകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു ഷെയർ ഇഷ്യൂ പ്രോസസ്സാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുക. അപ്പോൾ നിലവിലുള്ള തൊഴിലാളികൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ കമ്പനിയുടെ ഓഹരികൾ നൽകിക്കൊണ്ട് ആ കമ്പനിയുടെ തൊഴിലാളികളെ കമ്പനിയുടെ ഉടമസ്ഥരാക്കി മാറ്റുക. അപ്പോൾ അതുവഴിയായിട്ട് കമ്പനിയുടെ തൊഴിലാളികൾ കമ്പനിയുടെ കൂടുതൽ, അതായത് കമ്പനികൾ തൊഴിലാളികൾ കൂടുതൽ ആത്മാർത്ഥതയോടെ തൊഴിൽ ചെയ്യുകയും അതുവഴി തീർച്ചയായിട്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യും. കാരണം എന്താണ്? കമ്പനിയുടെ തൊഴിലാളികൾ കമ്പനിയുടെ ഉടമകളാകാണ്. ഉടമകൾ തീർച്ചയായിട്ടും ആകുന്നതോടുകൂടി കമ്പനി കൂടുതൽ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം തൊഴിലാളികൾക്ക് കിട്ടുമെന്നതുകൊണ്ട് കൂടുതൽ ബെറ്ററായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പലപ്പോഴും പല കമ്പനികളും നമ്മുടെ ഇന്ത്യൻ കോൺടാക്സിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അതുകൊണ്ട് തന്നെ actually it is a method to retain or reward and motivate employees. തൊഴിലാളികളെ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നൊരു മെത്തഡാണ് ഈ പറഞ്ഞ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ.
So actually, it is usually offered to all-time directors, officers, employees of a company to purchase the securities offered by the company at a predetermined പ്രൈസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പ്രീഡിറ്റർമൈൻഡ് പ്രൈസിൽ സാധാരണഗതിയിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഒരു നിശ്ചിത എണ്ണം ഓഹരികൾ നിശ്ചിത സമയത്ത് വാങ്ങാൻ കമ്പനിയുടെ തൊഴിലാളികൾക്ക് നൽകുന്ന അവസരമാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. സോ again there are different types of ESOPs. This employee stock option plan are of different types. So first one is employee stock option scheme is there, ESOS, and is a scheme in which the company grants an option to its employees to acquire shares at a predetermined price at a future date, and option is given at a price called exercise price, which is normally lower than the current market price. അപ്പോൾ കറണ്ട് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കമ്പനിയുടെ ഓഹരികൾ വാങ്ങാൻ നൽകുന്ന ഒരു ഓപ്ഷനാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ സ്കീം എന്ന് പറയുക. Then again, employee stock purchase scheme is there, in which the company gives a right to its employees to acquire shares directly from the company as part of the public issue. പബ്ലിക് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങാൻ കമ്പനിയുടെ തൊഴിലാളികൾക്ക് അവസരം നൽകുന്ന സ്കീമാണ് എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് സ്കീം എന്ന് പറയുക. സോ അതായത് കമ്പനി ഫ്യൂച്ചർ ഡേറ്റില്ല, അതായത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിൽ ഫ്യൂച്ചറിൽ ഒരു ഭാവിയിൽ ഒരു നിശ്ചിത വിലയ്ക്ക് കമ്പനിയുടെ ഓഹരി വാങ്ങാനായിട്ട് കമ്പനിയുടെ തൊഴിലാളികൾക്ക് ഒരു അവകാശം നൽകുന്ന രീതിയാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുക. അതേസമയം എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് സ്കീം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനി അതിൻ്റെ തൊഴിലാളികൾക്ക് പബ്ലിക് ഇഷ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പബ്ലിക്കിൽ നിന്ന് നൽകേണ്ടി വരുന്ന വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഷെയർ വാങ്ങാനായിട്ട് അവസരം നൽകുന്ന രീതിയാണ് എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് സ്കീം എന്ന് പറയുക. എല്ലാം ESOPയുടെ വിവിധ വകഭേദങ്ങളാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ദെൻ ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു സ്കീമുണ്ട്. സോ ഹിയർ നോ ഷെയർസ് ആർ ഇഷ്യൂഡ്, ദ എംപ്ലോയീസ് ഗെറ്റ് ദ അപ്രീസിയേഷൻ ഇൻ ദ ഷെയർ പ്രൈസ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഗ്രാൻഡ് ടു ഡേറ്റ് ഓഫ് ദ എക്സൈസ്. അതായത് ഇവിടെ ഷെയർ അപ്രീസിയേഷൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ വിലയിൽ ശരിക്കും ഷെയർ നൽകുന്നില്ല, കമ്പനിയുടെ തൊഴിലാളികൾക്ക് കമ്പനി ഷെയർ നൽകുന്നില്ല. പകരം ഷെയറിൻ്റെ വിലയിൽ ഉയർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആനുപാതികമായിട്ട് ഒരു എന്താ പറയുക റിവാർഡ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്രീസിയേഷൻ്റെ ആനുപാതികമായിട്ട് ഉള്ള റിവാർഡ് ഗ്രാൻഡ് ആർക്ക് കിട്ടും? ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ദിസ് ഷെയർ അപ്രീസിയേഷൻ. ആക്ച്വലി ഇറ്റ്സ് ഒരു ഇൻസെൻറ്റീവാണ്, തൊഴിലാളികൾക്ക് നൽകുന്നൊരു ഇൻസെൻറ്റീവാണ് ശരിക്കും. അതായത് കമ്പനിയുടെ ഷെയറിൻ്റെ വില ഉയരുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് തൊഴിലാളികൾക്ക് നൽകുന്ന സ്കീമാണ് ഷെയർ അപ്രീസിയേഷൻ റൈറ്റ് എന്ന് പറയുക. സോ ESOസും ESPPയും ആണ്, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ കണ്ടുപോയ ദീസ് ടു തിങ്, ദാറ്റ് ഈസ് ESOP ആൻഡ് ESPP. ഓക്കെ, ഈ രണ്ട് സ്കീമുകളാണ് ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന് ആണ് നമുക്ക് ESOSും ESPP. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമുകൾ. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രൈമറി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ഓഫ് ന്യൂ ഇഷ്യൂ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇഷ്യൂ ആണ്. സോ ദ discussion started with this slide. You can see this slide. So this was the different methods of floating of new issue. So this is a very important area regarding this primary market. So different methods of primary floating new issue, that is public issue. Then public issue is of two types, that is IPO and FPO. Then private placement, preferential allowed issue, qualified institutional placement and institutional placement program. And then we discussed about this rights issue, bonus issue and employee stock option plan. Okay, so that's all regarding regarding these methods of floating